കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിലും ഫീമെയിലും റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആക്കി. പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞു, എത്രയൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ട്, എന്തൊക്കെ രീതിയിലാണ് പോളിനേറ്റിംഗ് ഏജൻസ് ഉള്ളത്, എല്ലാം കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എങ്ങനെയാണ് പ്ലാന്റ് എപ്പോഴും ഞാൻ പറഞ്ഞു സെൽഫും ഉണ്ടായിരിക്കും, ക്രോസ് പോളിനേഷനും ഉണ്ടായിരിക്കും. ഏത് പോളിനേഷനാണ് പ്ലാന്റും നമ്മളും പ്രിഫർ ചെയ്യുന്നത്? ക്രോസ് പോളിനേഷനാണ്, സീനോഗമിയാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാം. ദെൻ എന്തൊക്കെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? എങ്ങനെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് മീൻസ് രണ്ട് തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ, നമ്മൾ പോളിനേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ ആനിമൽ ബ്രീഡിങ്ങിൽ നമ്മൾ പറയും ഇൻ ബ്രീഡിങ്ങും ഉണ്ട്, ഔട്ട് ബ്രീഡിങ്ങും ഉണ്ട്. ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫാണ്, ഉള്ളിൽ നടക്കുന്ന ഒറ്റ ജീവിയിൽ തന്നെ ഒറ്റ അനിമലിൽ നടക്കുന്ന ഒറ്റ പ്ലാന്റിൽ നടക്കുന്നതിനെ നമ്മൾ ഇൻബ്രീഡിങ്, അത് അനിമൽ കിങ്ഡത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് പറയുക ഇൻബ്രീഡിങ് എന്ന്. പക്ഷെ നമ്മൾ ബോട്ടണിൽ പറയുമ്പോൾ അത് സെൽഫ് പോളിനേഷൻ ആണ്. ഈ മറ്റത് ക്രോസിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിങ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ സെയിം സ്പീഷീസ് ആണെങ്കിൽ അത് ഔട്ട് ബ്രീഡിംഗ് ആണ്, ക്രോസ് ബ്രീഡിംഗ് ആണ്. നമുക്കറിയാം ക്രോസ് ബ്രീഡിംഗ് ആയിട്ടുള്ള കാറ്റുകൾ, ഡോഗുകൾ, അങ്ങനെ പല അനിമൽസും കാറ്റിൽസ് എല്ലാം നമ്മൾ ഫേവർ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ അഡാപ്റ്റേഷൻ നല്ലതായിരിക്കും, പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നേച്ചറിൽ വളരുന്ന പ്ലാന്റ്സും എങ്ങനെ തന്നെയായിരിക്കും, അവയ്ക്കും ഇഷ്ടം നല്ല അഡാപ്റ്റേഷൻസ് അല്ല, നല്ല വേരിയേഷൻസ് അല്ല, നല്ല ചേഞ്ചസ് അല്ല, ന്യൂ ഓഫ്സ്പ്രിങ്സുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ പ്ലാന്റിൽ തന്നെ കുറച്ച് ഡിവൈസുകളുണ്ട്, അവ ഒരിക്കലും ഓട്ടോഗമിയെയും ഗൈനോഗമിയെയും അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യില്ല. അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ നേച്ചറിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇമ്മ്യൂണിറ്റി, നമ്മൾ കോവിഡിൻ്റെ കാലത്ത് വളരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ വേണം. ജനറ്റിക് വേരിയേഷൻ മ്യൂട്ടേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് പറ്റും. സെൽഫ് ഇമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ജനറേഷൻ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാവുമ്പോൾ ആ ജീനിൻ്റെ ഇമ്മ്യൂണിറ്റി നമ്മളിൽ കൂടിയിട്ടുണ്ടായിരിക്കും. പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ജീൻസ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണൈസേഷൻ കൂടിയിട്ട് അടുത്തൊരു തലമുറ വരുമ്പോൾ ചിലപ്പോൾ ഈ കോവിഡ് സുഖമായിട്ട് അവർക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ്. എൻവയോൺമെന്റൽ ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് നേച്ചറിൽ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എന്ത് വേണം? അഡാപ്റ്റേഷൻസ് വേണം. ആ അഡാപ്റ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് അവ ഒരിക്കലും സെൽഫിനെ പ്രൊമോട്ട് ചെയ്യില്ല. പ്ലാന്റ് ഇറ്റ് സെൽഫ്, നമ്മൾ പറഞ്ഞ അവ ലിവിങ് ആണ്, പക്ഷെ അവയ്ക്ക് നമ്മളെപ്പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോവാനോ ചാടാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് അവ സെൽഫായിട്ട് കുറച്ച് ഡിവൈസസുകൾ, നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഡിവൈസസുകൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സെൽഫ് ഡിവൈസസ് ഉണ്ടാക്കുകയാണ്. ടു ഇൻഹിബിറ്റ്, ഏതിനെയാണ് അവ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? സെൽഫിനെ. ഏതിനെയാണ് അവ പ്രൊമോട്ട് ചെയ്യുന്നത്? ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യണം, സെൽഫിനെ ഇൻഹിബിറ്റ് ചെയ്യണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, വാട്ട് ആർ ദ പെർട്ടിക്കുലർ ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് ഇൻ ക്രോസ് ബ്രീഡിംഗ് അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. രണ്ടും ഒന്നാണ്. ക്രോസ് ബ്രീഡിംഗ് ചോദിച്ചാലും ക്രോസ് പോളിനേഷൻ ചോദിച്ചാലും ഔട്ട് ബ്രീഡിംഗ് ചോദിച്ചാലും രണ്ടും ഒന്നാണ്. എന്തൊക്കെയാണ് ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? ടു പ്രിവെന്റ് ഓട്ടോഗമി ആൻഡ് ഗൈനോഗമി, ടു പ്രൊമോട്ട് സീനോഗമി. എങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും ആൻസർ കറക്റ്റ് ആയാൽ മതി. ആ ഡിവൈസസുകളാണ് നമ്മളിപ്പോൾ ബോർഡിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ആൻഡർ ആൻഡ് സ്റ്റിഗ്മ. ഈ ഒരു ചെറിയൊരു ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ ആന്തർ ടോപ്പ് പൊസിഷനിലും സ്റ്റിഗ്മ അതിൻ്റെ അടിയിലുമാണ് സാധാരണ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ വരയ്ക്കാറുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആന്തർ ഓവറിയുടെ ബേസിലും സ്റ്റിഗ്മ പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ കേസിൽ നാച്ചുറൽ ആയിട്ട് ഒരിക്കലും പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദ സെയിം ഫ്ലവർ കനോട്ട് ഫിക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. അപ്പോൾ പൊസിഷണൽ ഡിഫറൻസ് ഉണ്ടാവുകയാണ്. സ്റ്റൈലിൻ്റെ നീളം നല്ലപോലെ കൂടുതലും ഫിലമെന്റിന്റെ നീളം കുറവാവുന്നതാണ് പൊസിഷണൽ ഡിഫറൻസിനുള്ള കാരണം. അതൊരു എക്സാമ്പിൾ ആണ്. ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് ഇൻഹിബിറ്റ് സെൽഫ് പോളിനേഷൻ. ഇതൊരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ്, പ്ലാന്റിൽ തന്നെയുള്ളൊരു ഡിവൈസ് ആണ്. പിക്ചർ നല്ലപോലെ നോക്കാം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ദ മെച്യൂരിറ്റി പീരീഡ് ആണ്. നമുക്കറിയാം രണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഒരു ഫ്ലവറിൽ. ബൈസെക്ഷൽ ആണെങ്കിൽ ഉണ്ടാവുക, മെയിലും ഉണ്ടായിരിക്കും ഫീമെയിലും ഉണ്ടായിരിക്കും, ആൻഡ്രീഷ്യ ഉണ്ടായിരിക്കും, ഗൈനീഷ്യ ഉണ്ടായിരിക്കും. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡിൽ ഡിഫറൻസ് വരികയാണ്. ദാറ്റ് സം ടൈംസ് സ്റ്റിഗ്മ മെച്യൂർസ് ഫസ്റ്റ്. അറ്റ് സെയിം ടൈം ആ ഫ്ലവറിലെ ആൻഡ്രീഷ്യം ഇമ്മച്യൂർ ആയിരിക്കും, പ്രിമച്യൂർ ആയിരിക്കും. സോ ദർ ഈസ് നോ ചാൻസ് ഫോർ പോളിനേഷൻ ബിറ്റ്വീൻ ദ സെയിം ഫ്ലവർ. അപ്പോൾ രണ്ടിൻ്റെയും മെച്യൂരിറ്റി. അല്ലെങ്കിൽ സംടൈംസ് എന്തായിരിക്കും? ആൻഡ്രീഷ്യം മെച്യൂർ ഫസ്റ്റ് ആൻഡ് പോളിനേറ്റഡ്. ഫ്ലവേഴ്സ്
ആൻഡ്രീഷ്യം മെച്ചൂർ ആയി, pollen grains എല്ലാം ഡിസ്പേഴ്സ്ഡ് ആയി. ബട്ട് pistil or stigma cannot receive the pollen grains due to stigma becomes immature അല്ലെങ്കിൽ premature ആണ്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിൽ ഡിഫറൻസ് വരും. മാസങ്ങളോളം ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ it never promote cell pollination. It is another device present in the plant. Present the maturity പീരീഡിലുള്ള ഡിഫറൻസ്. അതിൽ നമ്മൾ എൻട്രൻസിൽ സാധാരണ ചോദിക്കാറ് രണ്ട് വേർഡ് വെച്ചിട്ടാണ്, പ്രോട്ടോ ആൻഡ്രി, അതുപോലെ തന്നെ പ്രോട്ടോഗൈനി. പ്രോട്ടോ ആൻഡ്രി മീൻസ് ഇത്രേ അതിന് അർത്ഥമുള്ളൂ. പ്രോട്ടോ ആൻഡ്രി മീൻസ് ആൻഡ്രീഷ്യം മെച്ചൂർസ് ഫസ്റ്റ് ആണ്. പ്രോട്ടോഗൈനി മീൻസ് ഗൈനീഷ്യം മെച്ചൂർസ് ഫസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ഇൻ ദ മെച്യൂരിറ്റി പീരീഡ് ബിറ്റ്വീൻ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. എൻട്രൻസിനാണ് ഇത് ചോദിക്കുള്ളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രോട്ടോ ആൻഡ്രി, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, മീനിങ് ആണ് ചോദിക്കുക. അല്ലെങ്കിൽ പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ എന്താണ്, എൻട്രൻസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് എൻട്രൻസിന്റെ പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. കാരണം അത് പബ്ലിക് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറില്ല. എൻട്രൻസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടോ ആൻഡ്രി ആൻഡ് ഗൈനാൻഡ്രി, പ്രോട്ടോഗൈനി എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. വലിയൊരു വേർഡാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ജനറ്റിക് ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ദ ജനറ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗാമീറ്റ്സ് പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. മെയിലും ഫീമെയിലും ഉള്ള ഗാമീറ്റുകളിൽ ജീൻസിൽ തമ്മിലുള്ള ഡിഫറൻസ്, ജനറ്റിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. സച്ച് ഗാമീറ്റ്സ് കനോട്ട് ഫ്യൂസ് ടുഗദർ. നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ ഗാമീറ്റുകളും ചിലപ്പോൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്പീഷീസ് ആണെങ്കിൽ പോലും എല്ലാ ഗാമീറ്റുകൾക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവണമെന്നില്ല. അതിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ബിറ്റ്വീൻ the gametes present in the same flower. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ജനറ്റിക് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആയി. നാലാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലെ. ഫ്ലവേഴ്സിൽ ഐദർ മെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കാം. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡയേഷ്യസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ 4 പോയിന്റ് നോട്ട് ചെയ്യും. നമ്മളപ്പോൾ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് നോക്കി പോളിനേഷൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആക്കി. ഈ ഒരു കാര്യം കൂടിയും കഴിഞ്ഞാലാണ് പോളിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതിന് പറയുന്ന പേരാണ് പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. അവൾ ഒരു കഥ പറയുന്ന പോലെ തന്നെയാണ്. ദർ ഇസ് എ ഡയലോഗ് ബിറ്റ്വീൻ, നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല പരസ്പരം സംസാരിക്കാനും അതുപോലെ തന്നെ പരസ്പരം ആശയങ്ങൾ പറയാനും പറ്റുക. പൊള്ളൻ ഗ്രെയിൻസും പിസ്റ്റിൽ, അതായത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റിൻ്റെ സ്റ്റിഗ്മയും തമ്മിൽ ഒരു ഡയലോഗ് നടത്തുന്ന പറയുന്നത്. ആ ഡയലോഗ് കറക്റ്റായാൽ മാത്രം, അവർ തമ്മിലുള്ള ഡയലോഗുകൾ കറക്റ്റായി പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അവിടെ പോളിനേഷൻ ഒക്കെ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്, എബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്. അൺനോയിങ്ലി ആണ് പോളിനേഷൻ നടക്കണേന്നുള്ളത്. കാരണം പൊള്ളൻ ഗ്രെയിൻസ് ഓഫ് ദി സെയിം സ്പീഷീസ് can only germinate in the stigma of the same species. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സെയിം സ്പീഷീസുകൾ തമ്മിൽ മാത്രമേ എന്ത് നടത്താൻ പറ്റുള്ളൂ, പോളിനേഷൻ നടത്താൻ പറ്റുള്ളൂ. നമ്മളൊരു ഗാർഡൻ നോക്കുകയാണെങ്കിൽ ആ ഗാർഡനിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. റോസ്, സീനിക, ജമന്തി, അങ്ങനെ ഇഷ്ടംപോലെ, ലോട്ടസ്. നമ്മൾ അക്വാട്ടിക്കും അതുപോലെ തന്നെ ഹാബിറ്റാറ്റിൽ വളർന്നവരെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. എല്ലാ ഫ്ലവേഴ്സിനും നമ്മൾ പരസ്പരം പോളിനേഷൻ നടത്താനായിട്ട് പറ്റില്ല. പോളിനേഷനും ഫെർട്ടിലൈസേഷനും പറ്റില്ല. സ്പീഷീസ് സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമാണ് പോളിനേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ, അവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അങ്ങനെ ആ പോളിനേഷനും ഡബിൾ ഫെർട്ടിലൈസേഷനും എൻഹാൻസ് ചെയ്യണമെങ്കിൽ പൊള്ളനും പിസ്റ്റിലും തമ്മിലൊരു ഡയലോഗ് വേണമെന്നാണ് പറയുന്നത്. ഒരു നോവൽ സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇൻസെക്റ്റ് ഒരു ഫ്ലവറിൽ വിസിറ്റ് ചെയ്ത് പൊള്ളൻ ഗ്രെയിൻസും കൊണ്ട് അടുത്തൊരു ഫ്ലവറിലേക്ക് പോയാൽ സ്റ്റിഗ്മ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം, സെയിം ആണോ, സെൽഫ് ആണോ, നോൺ സെൽഫ് ആണോ എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് മനസ്സിലാക്കണം. സെൽഫും നോൺ സെൽഫും ഡിറ്റക്ട് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട്. അത് ഫ്ലവേഴ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ എല്ലാ അവയവങ്ങളും ഡൊണേറ്റ് ചെയ്യുന്ന കാലമാണ്. അതായത് ഹാർട്ട് മുതൽ ലങ്സ്, ഹാർട്ട്, ലിവർ, എല്ലാതും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ബോഡി പാർട്സും മാക്സിമം ഡൊണേറ്റ്
ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോണറും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി അതായത് ബ്ലഡ് ടെസ്റ്റ്, ആൻറ്റിജൻ, ആൻറ്റിബോഡി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ടെസ്റ്റുകൾ നടത്തി മാച്ചിങ് ആവുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും ഐ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ നടക്കുകയുള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യക്തമായി എന്താണ് ഡോണറും റെസിപ്പിയൻറ്റും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നുള്ളത്. ആ കെമിസ്ട്രി തന്നെയാണ് പൊള്ളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും തമ്മിലുള്ളത്. ഒരേ സ്പീഷീസുകൾ ഇവിടെ നമുക്ക് ബ്ലഡ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ സെൽഫായിട്ടുള്ള ജീൻസ് ആണോ സെൽഫായിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻ ആണോ എന്നോട് യോജിക്കുന്ന എൻ്റെ ഗാമീറ്റിനോട് ഫീമെയിൽ ഗാമീറ്റിനോട് യോജിക്കുന്ന പൊള്ളൻ ഗ്രെയിൻസ് ആണോ ഞാൻ റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കറിയാം? സ്റ്റിഗ്മയ്ക്ക് അറിയാം. സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആയിരിക്കണം, സ്റ്റിഗ്മയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് സ്റ്റിഗ്മയിൽ ചില കെമിക്കൽ മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കെമിസ്ട്രി ബിറ്റ്വീൻ പൊള്ളൻ ഗ്രെയിൻ ആൻഡ് സ്റ്റിഗ്മ. Some molecules present on the surface of the stigma can recognize the pollen grains of the same species. അങ്ങനെ അത് ഡിക്റ്റേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ട് എന്ത് നടക്കുള്ളൂ? പോളിനേഷൻ നടക്കുള്ളൂ. അപ്പോൾ പോളിനേഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ആ കെമിസ്ട്രി അല്ലെങ്കിൽ ഡയലോഗ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺനോയിങ്ലി പോളിനേഷൻ നടന്നാൽ ഓൾ ദ പോളിനേഷൻസ് എല്ലാ പോളിനേഷൻസും സക്സസ്ഫുൾ ആയിരിക്കുമോ? വാട്ട് ഈസ് ദ റീസൺ? ഓൾ പോളിനേഷൻസ് ആർ നോട്ട് ബ്രിങ് അബൌട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ ബിക്കോസ് there must be chemistry between pollen grains and the stigma of the flower. Stigma can recognize their own pollen grains, then only pollen grains can germinate on the stigma. ഇതാണ് നമ്മൾ പോളിനേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോയിന്റ്. ഇതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇൻസെക്റ്റുകളെ നമ്മൾ പൊള്ളൻ റോബേഴ്സ് എന്ന് പറയും. ഇൻസെക്റ്റുകളെ നമ്മൾ എന്താ പറയുന്നു? പൊള്ളൻ റോബേഴ്സ് അല്ലെങ്കിൽ പൊള്ളൻ ചീറ്റേഴ്സ്. ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ പൊള്ളൻ റോബേഴ്സ് അല്ലെങ്കിൽ പൊള്ളൻ ചീറ്റേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവര് പൊള്ളൻ ചീറ്റേഴ്സ് അല്ലെങ്കിൽ പൊള്ളൻ റോബേഴ്സ് എന്ന് പറയുന്നത്? Then all the pollination carried out by insect does not end in fertilization. എല്ലാ പോളിനേഷൻസും ഒരിക്കലും എന്താവണമെന്നില്ല, ഫെർട്ടിലൈസേഷനിൽ കൊണ്ട് അവസാനം. അതായത് പോളിനേഷൻ നടന്നാൽ അവിടെ എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. ഇൻസെക്ട് അൺനോയിങ്ലി ക്യാരി ദ പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു ദ നെക്സ്റ്റ് ഫ്ലവർ ആണ്. സോ എല്ലാ പോളിനേഷൻ നടന്നാലും എന്ത് നടക്കണമെന്നില്ല, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നില്ല. അറ്റ് ദാറ്റ് ടൈമിൽ അവ എന്താ ചെയ്യുന്നത്? ദേ ഓൺലി ഹാർവെസ്റ്റ് പൊള്ളൻ ഗ്രെയിൻസ് ആസ് എ ഫുഡ്. അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡായിട്ട് മാത്രം ആരെ ആക്സെപ്റ്റ് ചെയ്യാണ്? പൊള്ളൻ ഗ്രെയിൻസിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്ത് എത്തുന്നില്ല? സിംബയോസിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആവില്ല. കാരണം രണ്ട് പാർട്ട്നേഴ്സും ഫ്ലവേഴ്സും ഇൻസെക്റ്റുകളും മ്യൂച്വലി ബെനിഫിറ്റഡ് ആണെങ്കിൽ മാത്രമാണ് അവിടെ സിംബയോസിസ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പറയുന്നതാണ് ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് എക്സെപ്ഷൻസ് ആണ്. ചില കേസിൽ എല്ലാ പോളിനേഷൻസും എന്തായിട്ട് മാറില്ല? ഈ പറയുന്ന ഫെർട്ടിലൈസേഷനിലേക്കും ജെർമിനേഷനിലേക്കും കൊണ്ടെത്തിക്കില്ല. ആൻഡ് സച്ച് കേസസ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ അതർ അനിമൽസ് ആർ നോൺ ആസ് പൊള്ളൻ ചീറ്റേഴ്സ് അല്ലെങ്കിൽ പൊള്ളൻ റോബേഴ്സ്. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 ഇവൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 ഇവൻറ്റ്സ്. ആ 3 ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവൻറ്റ് പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്. ആ പ്രീ ഫെർട്ടിലൈസേഷനിലെ 2 പോയിന്റ് ആണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലൂടെ അവസാനിപ്പിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഗാമിറ്റോജെനിസിസ്. അതിൽ 2 ഗാമിറ്റോജെനിസിസ് നമ്മൾ പഠിച്ചു. മൈക്രോസ്പോറോജെനിസിസും പഠിച്ചു, മെഗാസ്പോറോജെനിസിസും പഠിച്ചു. ഈ പോർഷനോട് കൂടി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കി, പോളിനേഷൻ. ഈ 2 ടോപ്പിക്ക് നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ പോയിന്റിൽ കംപ്ലീറ്റ് ആക്കി.